ഇച്ചിരി ബുക്ക് വായിക്കാം. ഫിയ, ആ ടീച്ചർ. ഒന്നിങ്ങ് വന്നേ. ആ അതാ വരുന്ന ടീച്ചർ. ഇതെന്തോന്നത്? ലവ് ലെറ്ററാ? ഇതൊക്കെ ഇതിനകത്ത് വെച്ചത്. പ്രിയപ്പെട്ട ഫിദാക്ക്, എനിക്ക് തന്നെ വളരെ ഇഷ്ടമാണ്. ഇത് ഇന്നോ ഇന്നലെയും തുടങ്ങിയതല്ല. വർഷങ്ങളുടെ ബന്ധമാണ് നമ്മൾ തമ്മിൽ. മുൻലോക എന്തോന്ന് തന്നെ ഇവിടെ വെച്ച് കണ്ടതിന് ശേഷമാണ് അത് എനിക്ക് ഓർമ്മ വന്നത്. ഇവൻ ഏതോ നല്ല മലയാളം ബുക്ക് വായിച്ചിട്ടുണ്ട്. ഞാൻ ആരാണെന്ന് താൻ ഒരു ദിവസം മനസ്സിലാക്കും. ഓ വേണമെന്നില്ല. എന്ന് സ്വന്തം നിന്റെ മാത്രം ഞാൻ. ഇവന്റെ ഒരു ആരാണിത് എഴുതിയെങ്കിലും. രണ്ടെണ്ണത്തിന്റെയും കൂടെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തോ. അതെ, നിങ്ങൾക്കൊന്നും ഒരു എളുപ്പമില്ലേ ഒരാളെ പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. എന്നാലും ഫിയ, നീ ഇത് എങ്ങനെ കൊണ്ടുപോകുന്നു? ഞാൻ അജ്മലുമായിട്ട് കമ്മിറ്റഡ് ആയിട്ടില്ല, അമീറുമായിട്ട് കമ്മിറ്റഡ് ആയിട്ടില്ല. ഒരാളെ പറ്റി സംസാരിക്കുമ്പോഴേ ഇച്ചിരി ഉളുപ്പ് വേണം. ഐഡി വിട് വിട്. നീ മിണ്ടായിരുന്നേ. ഇതൊന്നും പറഞ്ഞില്ലെങ്കിലേ ശരിയാവത്തില്ല. അപ്പൊ നിനക്ക് അജ്മലിനെയാണോ അമീറിനെയാണോ ഇഷ്ടം? നിങ്ങളൊക്കെ പറയുന്നതിന് മറുപടി തരലല്ലേ എന്റെ പണി. ഓ ശരിയടേ. എടി നീ വിഷമിക്കാതാ. എനിക്ക് വയ്യടി ഇതൊന്നും കേൾക്കാൻ. ഞാനാണ് അവന്റെ പുറകെ നടക്കുന്ന. എനിക്ക് അവൻ്റെ കൂടെ ഒരു ഇൻട്രസ്റ്റും ഇല്ല. എന്തൊക്കെയാ പറയുന്ന? നീ എന്തിനാ ഇതൊക്കെ മൈൻഡ് ചെയ്യുന്ന? അതിന്റെ കൂടെ ആ ഹമീറിന്റെ ടോർച്ചറിങ് എനിക്ക് പറ്റുന്നില്ല. നീ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ അവസ്ഥ വരൂലായിരുന്നു. എന്തോന്ന് ഫിയ? അജ്മലെ നീയാ? എന്നാലും നീ ഇങ്ങനെ അടിക്കണ്ടായിരുന്നു ഫിയ. ഇവനാണ് അടിച്ചത്. സോറി, നീയാണെന്ന് അറിഞ്ഞില്ല. ഓ അപ്പൊ ഞാനാണ് തൊട്ടയിൽ അടിക്കൂലല്ലേ? എനിക്ക് പൊക്കോ. എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കണ്ട. എന്തിനിപ്പൊ ദേഷ്യപ്പെടുന്നു? നീ ക്ലാസ്സിൽ വന്നിട്ട് എത്ര ദിവസമായി? ഓ അപ്പൊ ഞാൻ വന്നില്ലെങ്കിൽ എന്നെയൊക്കെ ചെയ്യും. ഞാൻ ദിവസം പോയതുപോലെ അറിഞ്ഞില്ല. അതെനിക്ക് മനസ്സിലായി. എന്റെ പെട്ടെന്ന് എന്തിനിപ്പം പ്രത്യക്ഷപ്പെട്ടത്? ഫിയ, എനിക്കൊരു ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റാ? അവിടെ നോക്കട്ടെ, എന്ത് പറ്റി? വിശ്വസിച്ച ആ ബുക്കിന്റെ കഴുത്തായിരിക്കും അല്ലേ? ഇനി നീ എന്റെ അടുത്ത് സംസാരിക്കണ്ട. ഫിയ, എനിക്ക് പനിയായിരുന്നു. കണ്ടിട്ട് പനിയാണെന്നൊന്നും തോന്നില്ലല്ലേ? എങ്കിലും ഞാൻ നെറ്റിയിൽ എഴുതി ഒട്ടിക്കാം. ശരിക്കും പനിയായിരുന്നോ? ആന്ന്. വേദനിച്ചാ? നല്ല സുഖമായിരുന്നു. നീ ആയിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അടിക്കൂലല്ലേ? അടിക്കും. എന്റെ ദേഹത്ത് ആരും ഇട്ടാലും ഞാൻ അടിക്കും. നീ എന്തിനു ഫിയ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? പിന്നെ ഞാൻ എന്ത് വേണം? പിന്നെ കൊഞ്ചിക്കാണോ പിടിച്ച്? എനിക്ക് നന്നായിരുന്നു. പനി എങ്ങനെയുണ്ട്? കുറവുണ്ടല്ലോ. ഹായ് ഫിയ. ഇതാര്? ആരാണെന്ന് എന്റെ അടുത്ത് ചോദിക്കുന്ന എന്തിന്? അങ്ങോട്ട് എന്നെ ചോദിക്കണം. ഹായ്, ഞാൻ അജ്മൽ. എന്ത് ഹായ്? നീ നിന്റെ സീറ്റിൽ പോയേ. ഞാൻ നിന്റെ അടുത്ത് കുറച്ചേരം സംസാരിച്ചിട്ട് പോവാം. എനിക്കൊന്നും സംസാരിക്കാനില്ല. അതെ അജ്മലെ, അങ്ങോട്ട് മാറിയിരിക്കൂ. ഞാനെന്തിനും മാറണം? എനിക്ക് ഫിയറോടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ ഫ്രണ്ട് ഇരുന്ന് പറയുന്നതൊക്കെ പറഞ്ഞാൽ മതി. അതല്ലെന്ന് പേഴ്സണലായിട്ട്. എനിക്ക് അങ്ങനെ പേഴ്സണലി അയക്കണിൽ ഒരു വിരോധമില്ല. ഫിയ അന്ന് എന്നോട് പോവാൻ പറഞ്ഞേ. പിന്നെ ഞാൻ ഇപ്പൊ പോവാം. നിനക്ക് വേണമെങ്കിൽ നീ പോ. ഞാനെന്തിനും പോണം? നീ പോ. ഇത് എന്റെ സീറ്റാണ്. അതെ, എനിക്ക് രണ്ടും കൂടെ സമാധാനം തരുമൊന്ന് എണീറ്റ് പോവോ? എന്റെ പൊന്നോ, ഇനി എന്തൊക്കെ കാണേണ്ടി വരും. നീ ഹാപ്പി ആയാ? ഹാപ്പി ആയി. നീ പറയുന്നില്ലേ? പറയണം, പക്ഷേ അമീർ എനിക്ക് അറിയത്തില്ല. ഇനി നിനക്ക് അവൻ്റെ അടുത്ത് വല്ലതും? എനിക്ക് അവൻ്റെ അടുത്തൊന്നുമില്ല. ഇന്ന് പറയാല്ലേ? സെറ്റ് പറയും. ഓക്കെ, വരുന്നുണ്ട്. അമീറെ, എന്തോ? നിനക്ക് അവിടെ സീറ്റില്ലേ? നിനക്ക് അങ്ങോട്ടോ ഇരുന്നൂടെ? അവിടെ അത്ര രസമില്ല ഫിയ. ഇനി ഇവന്റെ അടുത്ത് അങ്ങനെ പറയണം. എന്ത് വല്ലതും വേണം? വേണ്ട ഫിയ, എനി ഹെൽപ്പ്? വേണ്ട. പഠിച്ചോനെ, ഇനി ഞാൻ ഇവന്റെ അടുത്ത് അങ്ങനെ പറയും. ഫിയ, ഇത് നോക്കിയേ. നല്ല രസമുണ്ടല്ലേ ഇത് കാണാൻ? ഫിയ, അതെ ഇങ്ങോട്ട് നോക്കിയേ. അതല്ലേ ഒന്ന് നിർത്തോ? ഇവിടെ എന്തോ പ്രശ്നം? ഡി
അജ്മലും അമീറും തമ്മിൽ എന്തോ പ്രശ്നം? ആ നീ വന്നാ നിന്റെ പേരിലാണ്. എന്റെ പേരിലാ? പിന്നെ അല്ലാതെ ഇവരെന്തിനാ എന്റെ പേരിലാടി വിടുന്ന? നീ കൂടുതൽ സംസാരിക്കണം. നീ നിർത്ത്. ഇവിടെ എന്തോ പ്രശ്നം? ഞാനല്ല ഫേമിനാണ് തുടങ്ങി. എന്റെ പേരിൽ കിടന്ന് അടി കൂടേണ്ട ഒരാവശ്യമില്ല. അമീറ നീ പോ. പറഞ്ഞു കേട്ടില്ലേ? നിന്നെ പോവാൻ. നീ പോ. എനിക്ക് മനസ്സില്ല. നീ പോ. അജ്മലെ നിർത്ത്. ഇങ്ങോട്ട് വാ. അജ്മലെ നിനക്ക് എന്താ? അത് അമീറിന് നിന്നെ ഇഷ്ടമാണെന്ന്. ആ അതുകൊണ്ടൊന്നും ഇല്ലേ? അതുകൊണ്ട് നീ അവന്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ പോവോ? ആ പോവും. ഇപ്പൊ നാളെ ഒരാൾ വന്നിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് നീ പോവോ? ആ ഞാൻ പോവും. പക്ഷെ അത് എന്റെ പേരിൽ വേണ്ട. ആ നിനക്കിപ്പോ അവന്റെ അടുത്ത് എന്തെങ്കിലും കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. ആ തന്നെ. എന്താ പ്രശ്നം? എന്താ അമീറിനെ ഇഷ്ടപ്പെട്ടൂടെ? ഇഷ്ടപ്പെടാലോ, ഇഷ്ടമാണല്ലോ നിനക്ക്. ആണെന്ന് നീ കൂട്ടിക്കോ. ഇതില്ലേ നിനക്ക് കേൾക്കേണ്ടത്? മതിയാ? അങ്ങനെയല്ല, ഞാൻ ദേഷ്യം വന്നപ്പോ പറഞ്ഞതാ. അതെ മേലെ ഞാൻ പറയണേ, എന്റെ അടുത്തിന് നീ സംസാരിക്കാൻ വന്നാ. സോറി, പോവല്ലേ. എന്താ പറ. സോറി. നീ എന്തിനാ ഇപ്പൊ എന്റെ അടുത്ത് വന്നിരിക്കുന്ന? നീ എന്ത് വീട്? ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. നീ എന്റെ അടുത്ത് കൂടുതലൊന്നും സംസാരിക്കണ്ട. നീ നേരത്തെ സംസാരിച്ച എങ്ങനെയാണോ അല്ലായിരുന്നില്ലേ? അതല്ലേ സോറി പറഞ്ഞു. നീ ഊഹിച്ചതല്ലേ എനിക്ക് അവനെയാണ് ഇഷ്ടമെന്ന്. അപ്പൊ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, മാറ്റണ്ട. അതല്ലേ നല്ലത്. സോറി, നീ വീട്. ഹായ് ഫിയ. എന്താ നിനക്ക്? ഇവിടെ ഇരിക്കണ്ട. ഇരിക്കണ്ടെന്ന് വെച്ചാൽ ഇരിക്കണ്ട, അത്രേ ഉള്ളൂ. ഓക്കെ കൂൾ. കോടാ ഫിയ പറഞ്ഞു കേട്ടില്ലേ? നന്നായി ഫിയ. അങ്ങനെ തന്നെ അവന് വേണം. നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ആ ഞാൻ അങ്ങനെ പലതും പറയും. അപ്പൊ അവന്റെ അടുത്തൊന്നും ഇല്ലല്ലേ? എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ വഴക്ക് പറയും. അപ്പൊ കൺഫേം എന്നെ ഇഷ്ടമാണ് അല്ലേ? അല്ല. ഇനി അടി ഉണ്ടാക്കാൻ പോവോ? ഇങ്ങോട്ട് വന്നാലും ഞാൻ അങ്ങോട്ട് പോവില്ല. ആ ഇത്തവണത്തേക്ക് ക്ഷമിച്ച്. പക്ഷെ ഇനി ഒരു പ്രാവശ്യം കൂടെ നീ ഇതേപോലെ ചെയ്താ ഞാൻ നന്നായി. ഒരു കാര്യം പറയട്ട, ദേഷ്യപ്പെട്ടാലും ലുക്ക്. ശരിക്കും? പിന്നെ ശരിക്കും. പറയണ്ടേ നിനക്ക്? പറയാൻ പറ്റിയ അവസരമാണ്. എന്റെ കൈ പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? നീ എന്ത് വേർക്കുന്ന? അത് നീ എന്റെ കൈ പിടിച്ചോണ്ട്. കൈ പിടിച്ച വിയർക്കോ? ആ എനിക്ക് അങ്ങനെയാണ്. അതെ. നീ എന്നെ കളിയാക്കിയാണോ? അല്ല, പറ. അമ്മന്ന് വെച്ചാ കോട് ഭാഷ മാറ്റിയിട്ട് മര്യാദയ്ക്ക് പറയും. മനസ്സിലായില്ലേ? ഇല്ല. കൈ എന്തിനും ഉണ്ടോന്ന് അവിടെ ഇരുന്നോട്ട്. ഇപ്പോഴും മനസ്സിലായില്ല? ഉമ്മെന്ന് പറയുമ്പോ എങ്ങനെ മനസ്സിലാക്കാൻ? എടാ പൊട്ടാ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. അനക്കൊന്നുമില്ലല്ലേ? നീ അങ്ങനെ പറഞ്ഞു കയ്യിന്ന് പോയി. ശരിക്കും ഇഷ്ടമാണോ? ഇങ്ങോട്ടോക്കി പറ. നോക്കൂല. പക്ഷെ ഇവിടെ ആരുടെ പറയണ്ട. കൈ പിടിക്കണ്ട. അപ്പൊ നീ നേരത്തെ പിടിച്ചതാ? എനിക്ക് തോന്നുന്നു ഞാൻ കൈ പിടിക്കും. നീ തൊട്ടണ്ട. നമ്മളെന്തിനും വരുന്നില്ലേ? വിഷമമായ? കുറച്ച്. ഇപ്പൊ വിഷമം പോയാ? ഇപ്പൊ ഡബിൾ ഹാപ്പി. ഇവൻ ഇതെവിടെ പോയി? എന്ത്? ഇന്നവനെ ഞാൻ ഞെട്ടിക്കും. എന്താണ്? ഞാനേ എനിക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്ന സാധനം കണ്ടാ നീ ഞെട്ടും. ഓഹോ, എന്നാത്താ? കണ്ണടച്ചിട്ട് കൈ നീട്ടും. അപ്പൊ തരാം. ശരി. കണ്ണ് തുറക്കല്ലേ? ഇല്ലെന്നോ? ഇതെന്തോന്ന്? എന്റെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ് നിനക്ക് വേണ്ടി. നിനക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ അറിയാവോ? എനിക്കുണ്ടാക്കാൻ അറിയാം. ഞാൻ ഫുഡ് ഉണ്ടാക്കിയ വീട്ടിലുള്ളവരെ മനസ്സും വയറും നിറയുന്നെന്ന് എല്ലാരും പറയുന്നു. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. കഴിച്ചോ. ബാക്കി ഞാൻ കഴിച്ചിട്ട് പറയാം. ഓരോ കൊതി കിട്ടും. ഇതിന്റെ പേരെന്തോന്ന്? പേരൊന്നും കേട്ടിട്ടില്ല. മുളക് പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. കൊള്ളാം. എടാ നിനക്ക് അത്ര തിന്നാ മതി. ഇങ്ങോട്ട് താ, നമ്മളോട് കഴിക്കട്ടെ. കഴിച്ചു.
ഓ എന്തോ നേരെയാടാ ഇത് ഇതാരുണ്ടാക്കിയത്? ഞാനുണ്ടാക്കിയതല്ല. ഉണ്ടാക്കിയവൻ എന്റെ കൈ കിട്ടണു. എന്റെ അതോ എന്റെ നാക്കോ. ഉമ്മാരെല്ലാം കൂടെ ഉണ്ട്. അല്ല നീ എന്ത് കൊള്ളാന്ന് പറഞ്ഞാ? കൊള്ളായിരുന്നു അതുകൊണ്ട്. ഉം. ശരിക്കും നീ അടുക്കളയിൽ കയറിയിട്ടുണ്ടോ ഫിയ? അടുക്കളയില അത് ഞാൻ ചുമ്മാ തള്ളിയതാണ്. അത് മനസ്സിലായി. പക്ഷെ ഞാൻ എന്റെ എല്ലാ എഫേർട്ടും ഇട്ടാണ് ഉണ്ടാക്കിയത്, എന്നിട്ടും ഫ്ലോപ്പായി പോയി. നിനക്ക് വിഷമമായാ? ഇല്ല, വിഷമൊന്നുമില്ല, എന്നാലും ഒരു സങ്കടം. പോട്ടെ, സാരില്ല, റെഡിയാക്കാം. പക്ഷെ ഞാൻ തളരൂല, ഇനി ഞാൻ ശ്രമിക്കും. അത് വേണോ? വേണം വേണം വേണം. അത്രയ്ക്കും മോശമൊന്നും അല്ലായിരുന്നു. അവന്മാര് വെറുതെ പറയണു അല്ലേ? അതെ 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 അതെ. ഹലോ, എന്താ നിനക്ക് വേണ്ടെന്ന്? അല്ല നീ അജ്മലും കമ്മിറ്റഡ് ആയി കേട്ട്. കമ്മിറ്റഡ് ആണെങ്കിൽ നിനക്ക് എന്താണ്? അത് വേണ്ട, ഇത് ശരിയാവില്ല. നീ നിന്റെ ഭീഷണിപ്പെടുത്തേണ നടക്കത്തില്ല. നീ ശ്രദ്ധിച്ചു കേട്ടോ, എനിക്ക് നിന്നെ അല്ല ഇഷ്ടം. പോരെ? അങ്ങനെ അങ്ങ് പോയാലോ? എന്റെ കൈ വിട്. നിക്ക്, നിന്റെ അടുത്തല്ലേ പറഞ്ഞ എന്റെ കൈ വിടാൻ? കുറച്ചേരം നിക്ക്. എനിക്ക് കൈ വേദനിക്കുന്നുണ്ട്. വേദനിച്ചോട്ടെ. നീ എന്നെ അടിച്ചോ? നീ മേലെ ഇങ്ങനത്തെ വൃത്തിയുടെ സ്വഭാവം എന്റെ അടുത്ത് കാണിച്ചോണ്ടല്ലേ? കാണിച്ചു തരാടി. നീ അവിടെ എന്താ പ്രശ്നം? അവനെന്റെ കൈ കയറി പിടിച്ച്. കയ്യിലാ? ഇന്നവനെ അതെ ശരിയാ. അതെ അതെ, എങ്ങോട്ട് വന്ന്? ഇന്നവൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. എങ്കിലേ നീ അടിക്കണ്ട, ഞാൻ കൊടുത്തിട്ടുണ്ട്. നീ അവൻ അടിച്ചാ? പിന്നെ എന്റെ കൈ കയറി പിടിക്കുമ്പോ ഞാൻ നോയിക്കൊണ്ടിരിക്കണോ? ഓ, അപ്പൊ എന്റെ ആവശ്യം ഇല്ലല്ലേ? എന്താ വാങ്ങി എനിക്ക്? കൈ നീട്ടി തരാം. താ